പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ സന്ധ്യാസമയത്ത് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്ന മീഡിയയിലൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ എനിക്കൊരു സാവകാശം ഒരുക്കിയ കർത്താവിൻ്റെ ദാസിയായ സിസ്റ്റർ റോസ്ലിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. അതേപോലെ ഇതിൻ്റെ ആഡ്മിനായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. അതേപോലെ തന്നെ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും, അതിൽ ഈ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ എടുത്തേക്കണ വാക്യം എന്ന് പറഞ്ഞാൽ എബ്രായരുടെ പുസ്തകത്തിൽ നിന്ന് 12-ാം അധ്യായത്തിൽ നിന്ന് 29-ാമത്തെ വാക്യമാണ് നമുക്ക് ഇന്ന് ഇവിടെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് ഈ വിഷയത്തെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിനെ വിവേചിച്ച് സംസാരിക്കാനായിട്ട് ഇതിന് കൃപ ലഭിക്കുവാൻ ഒക്കെ വേണ്ടി നമുക്ക് ഒരു വാക്ക് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കണം. അപ്പോൾ ഈ ലോകത്ത് അനേകർ ഭാരത്തോടെ, പ്രയാസത്തോടെ, സങ്കടത്തോടെ ഇരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം എല്ലാം തന്ന ഭാഗ്യം, ഞങ്ങൾക്ക് തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി എല്ലാം ദൈവമേ ഞങ്ങൾ നന്ദി പറയണം. സ്തോത്രം. ഹല്ലേലൂയ. അനേകർ ഈ ഭൂമിയിൽ മാറ്റപ്പെട്ടു പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെയും കാത്തു സൂക്ഷിച്ചല്ലോ. ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്കിന്ന് എബ്രായർ 12:20 വാക്യം പറയുന്നത് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇന്ന് ഈ വചനത്തിന്റെ ശക്തിയാൽ നമ്മൾ ഇന്ന് ആയിരിക്കുന്ന മണ്ഡലത്തിലല്ല, നമ്മളെവിടെ ദൈവത്തിന്റെ ആ ഒരു ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്നാണ് ദൈവവചനം പറയുന്നത്, അല്ലേ? അതേപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം പറയണത് ഇത് ഈ സീനായി മലയിൽ അഥവാ ഭൂമിയിൽ വെച്ച് മോശ മുഖാന്തരം, സ്തോത്രം, ദൈവം അരുളിച്ചതിന് നിഷേധിച്ചതിന് ഹല്ലേലൂയ ശിക്ഷ ലഭിച്ചെങ്കിൽ സ്വർഗത്തിൽ നിന്നും പുത്രൻ മുഖാന്തരം അരുളി ചെയ്തതിനെ നിഷേധിക്കുന്നതിന് എത്ര അധികം ഗൗരവമാണ് കാണേണ്ടത്. എത്ര ഗൗരവമേറിയ കുറ്റമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ന്യായപ്രമാണം കൊടുത്തപ്പോൾ ഹല്ലേലൂയ ഭൂകമ്പമുണ്ടായി. ഇനിയും ആകാശത്തെയും ഭൂമിയെയും ഇളക്കുമെന്ന് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സൃഷ്ടിക്കപ്പെട്ടതിനെല്ലാം ഇളക്കാൻ തട്ടുന്ന അങ്ങനത്തെ ഒരു കാലം സ്തോത്രം ആസന്നമായിരിക്കണേ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മ ദൈവവചനം അനുസരിക്കാതെ, ന്യായപ്രമാണം അനുസരിക്കാതെ, ദൈവം പറയുന്നതെല്ലാം അനുസരിക്കുന്ന നിഷേധമായിട്ട് ഒരു ഇതായതുകൊണ്ട് മാത്രമാണ് പ്രിയ ദൈവമക്കളെ നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന വേദനകളെല്ലാം അതിൻ്റെ ഒരു നമ്മൾ ചെയ്ത പാപത്തിനാണ് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ കോപം വന്നാൽ എന്താ? ദഹിപ്പിക്കുന്ന അഗ്നി പോലെ എന്താ പറയുക? സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലെല്ലാം നമുക്കതുകൊണ്ട് ദൈവത്തോട് പറ്റിയിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് കരയാം. ദൈവസന്നിധിയിൽ എത്രത്തോളം നമ്മൾ കരയുന്നു, ദൈവസന്നിധിയിൽ എത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്നു, അപ്പോഴെല്ലാം ദൈവത്തിന്റെ കൃപ അവിടെ വ്യാപരിക്കണം. ദൈവം നമ്മളോട് കരുണ കാണിക്കാതിരിക്കുമോ? നമ്മൾ ഈ ദിവസങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ ആയിരിക്കണമെങ്കിൽ എന്താ? നമ്മൾ ദിനംതോറും പ്രാർത്ഥനയിൽ ഉച്ചിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം, പ്രാർത്ഥന കൂട്ടണം. ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥന കൂട്ടുമ്പോൾ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറയപ്പെടും. ഈ നിമിഷം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രിയ ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥനയിൽ ഉച്ചിരിപ്പിൻ. എത്രത്തോളം നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുന്നു അത്രത്തോളം ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നത്, നമ്മുടെ കൂടെ നടക്കുന്നതാണ്. പ്രിയ ദൈവമക്കളെ, നമുക്കൊരു വാക്യം വായിക്കാം. ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായത്തിൽ 67-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. സൈന്യങ്ങളുടെ യഹോവ പ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും, ഞാൻ സകല ജനങ്ങളെയും ഇളക്കും, സകല ജനങ്ങളുടെയും ഹല്ലേലൂയ മനോഹരനായ വരികയും ചെയ്യും. ആമേൻ. സ്തോത്രം. ഞാൻ ഈ ആലയം മഹത്വപൂർണ്ണമാക്കും,
എന്ന് യഹോവ ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. സൈന്യങ്ങളുടെ യഹോവയാം ദൈവമാണ് ഇതെല്ലാം നേരത്തെ അരുളി ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാതിൻ്റെ കാല സമയമാകുമ്പോൾ അത് പൂർത്തീകരിക്കും, അത് കടന്നു വരും. പക്ഷേ അതെന്തുകൊണ്ട് വരുന്നു? നമ്മളെ ലോകം നമ്മളിപ്പോൾ ഇന്ന ആൾക്കാർ പാപം ചെയ്തൊന്നല്ല, നമ്മൾ ഓരോരുത്തരും ദൈവത്തെ മറന്ന് ജീവിക്കുന്നത് കൊണ്ടാണ്. പ്രിയ ദൈവമക്കളെ, നമ്മളതുകൊണ്ട് ഈ ദിവസങ്ങളിലെല്ലാം നമ്മളെന്തെങ്കിലും വിധത്തിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, അത് നമ്മൾ മടങ്ങി വരത്തക്ക രീതിയിൽ ദൈവസന്നിധിയിലായിരിക്കാൻ, ശക്തമായ ദൈവസന്നിധിയിലായിരുന്നു ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിനെ പാടുവാൻ, ദൈവത്തിനെ എങ്ങനെയെല്ലാം മഹത്വപ്പെടുത്താൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് നമ്മളുടെ അടുത്ത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ അങ്ങനെ ആയിരിക്കാൻ, ഈ ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒത്തിരി ഒത്തിരി ആഗ്രഹിക്കണം. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നതിന് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറയാൻ. അപ്പോൾ അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾക്കൊരു കടമയുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ അനേകർ വേദനപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നവരോട് ഒരു ആശ്വാസ വാക്ക് പറയുവാൻ നമുക്ക് അതിനുവേണ്ടിയാണ് നമ്മളെ വേർതിരിച്ചു വെക്കുന്നത്. വേറെ നമ്മൾ ലോകത്തിൻ്റെ ഒന്നും നോക്കേണ്ട. പ്രിയ ദൈവമക്കളെ, നമ്മളോട് ദൈവം പറഞ്ഞത് നമ്മൾ ചെയ്യുവാൻ, നമ്മളോട് പറഞ്ഞ സമയത്ത് തക്ക സമയത്ത് അത് ചെയ്യുവാനുള്ള അതിലൊരു തടസ്സവും ഇല്ലാണ്ട് ദൈവത്തിന് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക അതിനുവേണ്ടി ഓടുവാൻ, അതിനുവേണ്ടി ഇനിയും താമസമില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ പുറകോട്ട് വലിഞ്ഞിരിക്കേണ്ട സമയമല്ല. നമ്മൾ മുന്നോട്ട് ഓടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, ആരെയൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുവാനുള്ള ഒരു മനസ്സോടുകൂടി നമ്മളിരുന്ന നിശ്ചയമായും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വേദഭാഗം തന്നെ നമ്മൾ യഹൂദ ജനത്തിനുള്ള ഒരു പ്രോത്സാഹനത്തിന്റെ സന്ദേശമാണ് ഈ പറയുന്ന സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ശലോമോൻ പണിത ദൈവാലയത്തിന്റെ ആ മഹത്വം കണ്ടിട്ടുള്ള ഹല്ലേലൂയ വയോധികനായ എല്ലാ ആൾക്കാരും പുതിയ ദൈവാലയത്തിന്റെ അടിസ്ഥാനമിട്ടത് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയെന്ന് പറയണം. സ്തോത്രം. ആലയത്തിന്റെ ആ ദൈവിക പ്രൗഢി പ്രൗഢി കുറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. എങ്കിലും അതിൽ വസിക്കുന്ന യഹോവ അവരോടുകൂടി ഉള്ളതിനാൽ സ്തോത്രം അധൈര്യപ്പെടാതെ വേല തുടരുവാൻ പറഞ്ഞ് ഹഗായി അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണം. പ്രിയ ദൈവമക്കളെ, ഈ വാക്യങ്ങളിലെല്ലാം ദൈവം നമ്മളോട് പറഞ്ഞത് നമ്മളെ ദൈവം ധൈര്യപ്പെടുത്തുകയാണ്. യഹോവയെ ദൈവം നമ്മളെ ധൈര്യപ്പെടുത്തുകയാണ്. കാരണം എന്താ? നമ്മൾ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടാതെ പ്രയാസപ്പെടാതെ തളരാതെ മുന്നോട്ട് പോകുവാനാണ് പ്രിയ ദൈവമക്കളെ നമ്മളോട് ദൈവം ആഹ്വാനം ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവവചനത്തിലൂടെ സംസാരിക്കുന്നത് നമ്മളോട് ദൈവം ശക്തീകരിക്കാനാണ് പറഞ്ഞത്, നമ്മൾ ബലപ്പെടുവാനാണ്. നമ്മൾ ഹല്ലേലൂയ നമ്മൾ ക്ഷീണിച്ചിരിക്കുവാനല്ല പറഞ്ഞത്. ഹല്ലേലൂയ. സകല ജനതകളുടെയും മനോഹരനായവനാണ് എന്നതിന് ചില പരിഭാഷകളിലൊക്കെ പറഞ്ഞ മനോഹരനായവനെന്നാ പറയണം. ചില പരിഭാഷകൾ മനോഹര വസ്തു എന്നും ഇതിനെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ജനതകളുടെയും ആഗ്രഹമായവനെന്നും മനോഹരനായവനെന്നും മനോഹര വസ്തു എന്നും എല്ലാം പ്രിയ ദൈവമക്കളെ ദൈവത്തെ ഇതിൽ ഹഗായിയുടെ ഇതിൽ നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അങ്ങനെയൊക്കെയാണ്. അല്ല, മനോഹര വസ്തു എന്നെല്ലാം അതിൽ നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ അത് നമ്മളോട് സംസാരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ചെയ്ത് പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഇനി അധിക സമയമില്ല പ്രിയ ദൈവമക്കളെ, ഇതിൻ്റെ കാലങ്ങൾ അടുത്തു വന്നിരിക്കണം. പ്രിയ ദൈവമക്കളെ, ഇനിയും നമ്മൾ മാനസാന്തരത്തിലൂടെ വരാതെ പ്രിയ ദൈവമക്കളെ നമ്മൾ ഒരു കാര്യത്തിലും ഇതാകാണ്ട് നമ്മൾ മാറി നിൽക്കേണ്ട കാലഘട്ടമല്ല. നമ്മുടെ സമയാഗതമായി ഈ സമയത്ത് ഈ തക്ക സമയത്ത് നമ്മൾ പ്രയോജനപ്പെടണം. നമ്മൾ തക്ക സമയത്ത് നമ്മളെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളെ തന്നെ നമ്മൾ താഴ്ത്തി ഏൽപ്പിക്കുക. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവകാര്യങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് കൊടുക്കുക, നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവം അത്ഭുതം ചെയ്യാനിരിക്കുന്ന എല്ലാ ദൈവം അത്ഭുതവാനാണ്. നമ്മുടെ ദൈവം അത്ഭുതവാനാണ്, അതിശയവാനാണ്. ഹല്ലേലൂയ. നമ്മളത് വിശ്വസിക്കണം. ഈ എല്ലാം മാറ്റി തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. അവൻ്റെ ഒരു വാക്ക് മതി, ഒരു നോട്ടം മതി, ഈ അവസ്ഥകളെല്ലാം മാറ്റാൻ. പ്രിയതകളെ, ഒത്തിരി പേര് ഭാരത്തോടെ ഒത്തിരി പേര് പ്രയാസത്തോടെ കരയുന്ന നിരങ്ങുന്ന ഒരവസ്ഥയാണ് പ്രിയ ദൈവമക്കളെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശക്തമായി ഈ ദിവസങ്ങളിൽ പ്രിയ ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥനയാലും ഉപവാസത്തിലല്ലാണ്ട് ഈ ജാതികളൊന്നും ഒഴിഞ്ഞു പോകില്ല. അതുകൊണ്ട് ശക്തമായി ഉപസിക്കാൻ പറ്റുന്ന ഉപസിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ കരയുക. അപ്പൊ തന്നെ ദൈവം അത്ഭുതം ചെയ്യും. ദൈവം അത്ഭുതവാനാണ്, ദൈവം അതിശയവാനാണ്. എന്റെ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല പ്രിയ ദൈവമക്കളെ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ ദൈവവചനം ഏറ്റെടുത്ത് ചെയ്താൽ നിശ്ചയമായ പ്രിയ ദൈവമക്കളെ നമ്മൾക്ക് ഇതിൽ നിന്ന് അതുകൊണ്ടാണ്
തീർന്നിടുവാൻ അധികമില്ലിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളുടെ ആദി പ്രയാസമൊക്കെ തീർന്നാൻ അധിക സമയം ില്ല പ്രിയ മക്കളെ. നമുക്ക് ഇതെല്ലാം പോകേണ്ടവരാ പ്രിയ. നമ്മൾ ഈ ലോകത്തെ നോക്കി നമ്മൾ ഇതിലുള്ള പിടിച്ചു വെച്ച് ഇരിക്കാനുള്ള ആൾക്കാരും അല്ല. സ്തോത്രം. അതുകൊണ്ട് പ്രിയ മക്കളെ, നമ്മൾ ഇതിലൊന്നും വേദനേണ്ട ഒരു ആവശ്യമില്ല, പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അവൻ നമ്മുടെ കൂടെ നടക്കുന്നവനാണ്, നമ്മളെ ബലപ്പെടുത്തുന്നവനാണ്, നമ്മൾ ശക്തീകരിക്കുന്നവൻ. അതുകൊണ്ടെങ്കിലും നമ്മൾ ഹലങ്ങാതെ പതറാതെ നമ്മൾ പൂർണ്ണ ബലത്തോടെ ശക്തിയോടെ നമ്മളായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവ ഈ ദിവസങ്ങൾ ഈ പ്രതികൂലത്തിന്റെ മധ്യം നമ്മൾ അതിൽ നിന്ന് വിടുവിച്ച് നമുക്കൊരു സ്വസ്ഥത വരത്തക്ക രീതി ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ വിശ്വസ്തരായിരിക്കുക, ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കാൻ ഈ ദിവസങ്ങൾ ഹല്ലേലൂയ. അതുപോലെ നമ്മെ ദൈവം ശാന്തമാക്കുവാൻ സമാധാനത്തിന്റെ ഒരു ദൈവമാണ്, നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ് പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് നമുക്ക് എല്ലാ വിശ്വാസികൾക്കും എന്തെങ്കിലും കൃപാവരം ഉണ്ടെങ്കിൽ ഏതൊരു കൃപാവരം ഇല്ലാത്തൊരു വിശ്വാസം ഏതെങ്കിലും ഒരു കൃപാവരം നമുക്കുണ്ട്. ഓരോരുത്തരും തൻ്റെ ആത്മീക വരങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം. ഈ ദിവസങ്ങൾ അതിനുള്ള ബോധം നമുക്ക് വേണം പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവകൃപയെ നമുക്ക് ലഭിച്ച കൃപാവരങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് നാം കൃപയോടുകൂടി ആയിരിക്കണം. നാം കൃപയോടുകൂടി ആയിരിക്കണം പ്രിയ ദൈവമക്കളെ. നമുക്ക് നമ്മുടെ കൃപകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിലെല്ലാം ഈ സമയങ്ങളിലെല്ലാം നാം അതിനുവേണ്ടി പ്രയത്നിക്കണം പ്രിയ ദൈവമക്കളെ. നമ്മുടെ കൃപാവരങ്ങളൊക്കെ ഒന്ന് പുതുക്കുവാൻ, നമുക്ക് ദൈവം തന്ന കൃപാവരങ്ങളൊക്കെ ഒന്ന് ശക്തീകരിക്കാൻ, ഉപയോഗിക്കാൻ, ശക്തിയോടെ ഉപയോഗിക്കാനെല്ലാം പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. അല്ലാണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇല്ലാത്ത വരങ്ങൾ ഉണ്ടെന്ന് കാണിച്ച് ജനങ്ങളെ തെറ്റിക്കുവാനല്ല പറഞ്ഞു. നമുക്ക് ഉള്ള കൃപകളെ ഉള്ളതിനെ വളർത്തുവാൻ, ഉള്ളതിനെ കുറെ കൂടി ഒന്ന് പോളിഷ് ചെയ്ത് എടുക്കാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്. ഈ ദിവസത്തിൽ നമ്മളെല്ലാം അങ്ങനെ ഒന്ന് ഒരുങ്ങി നിന്ന് നമ്മളെല്ലാവരും ഒരു മനസ്സോടെ പ്രാർത്ഥിച്ച ഈ മഹാമാരിയല്ലേ ഈ ലോകം വിട്ടു പോകും പ്രിയ ദൈവമക്കളെ. നമ്മൾ അതിനുവേണ്ടി ഉണരണം, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾ അതിനുവേണ്ടി ജാഗരൂകരായിരിക്കണം പ്രിയ ദൈവമക്കളെ. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ അപ്പം കേൾക്കാണ്ടിരിക്കില്ല. നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. നമ്മൾ ഒരിക്കലും തള്ളിക്കളയാത്തൊരു ദൈവമാണ്, നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മളെ എത്ര നമ്മൾ കർത്താവിനെ തള്ളി പറഞ്ഞാലും നമ്മളെ തള്ളാത്തൊരു ദൈവമാണ്. പെറ്റമ്മ നമ്മളെ തള്ളിക്കളഞ്ഞാൽ തള്ളിക്കളയാത്തൊരു സ്നേഹമാണ് നമ്മുടെ കർത്താവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം നമുക്കുണ്ട് പ്രിയ ദൈവം. നമ്മൾ എന്തിനാ ഭാരപ്പെടും, നമ്മൾ എന്തിനാ പ്രയാസപ്പെടും? ഈ മഹാമാരി ൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നിനെ കുറിച്ച് കുലുങ്ങാതെ പതറാതെ നമ്മൾ വിശ്വാസികൾ, പ്രത്യേകിച്ച് പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ പ്രത്യേകിച്ച് നമുക്ക് കലങ്ങേണ്ട ആവശ്യമില്ല. ഈ മഹാമാരി ഓർത്ത് കലങ്ങേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ അപ്പം നമ്മുടെ കൂടെയുണ്ട്. അവൻ അത്ഭുതവാനവൻ, അതിശയവാനാണ്. അവനെ നമ്മളെ പുലർത്തുവാൻ, പോരുവാൻ, ഇതിനെല്ലാം മധ്യേ നമ്മളെ നടത്തുവാൻ അവൻ സർവശക്തനായ ദൈവം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒന്നിനെ കുറിച്ച് വ്യാകുലപ്പെടാതെ നമ്മുടെ വ്യാകുലങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്നെല്ലാം വ്യാകുലങ്ങളെല്ലാം എടുത്ത് മാറ്റി സ്വസ്ഥതയോടെ ദൈവം തന്ന എല്ലാ നന്മകൾക്ക് ഓരോ നിമിഷവും നമ്മൾ സ്തോത്രം പറഞ്ഞാൽ അത്രയും നല്ലതാണ് പ്രിയ ദൈവമക്കളെ. നമുക്ക് ഒരു മിനിറ്റിൽ ഒരു പ്രാവശ്യങ്ങളൊന്ന് സ്തോത്രം പറയാൻ പറ്റിയ നമുക്ക് അനുഗ്രഹമാണ് പ്രിയ ദൈവമക്കളെ. നമുക്ക് ഇനിയുള്ള ആയുസ് മുഴുവൻ സ്തോത്രത്തോടെ ഇരിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി ദൈവം അത്ഭുതം ചെയ്യും. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ അത്ഭുതങ്ങളിലൂടെ നടത്തുക. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ ദൈവം അത്ഭുതമായിട്ടാണ് നടത്തുന്നത്. നമുക്കൊരു ദോഷവും വരാതെ ദൈവം നമ്മളെ കാത്ത് സൂക്ഷിച്ചില്ല. എത്രയോ അനർത്ഥങ്ങൾ ഈ ലോകത്ത്. ഇപ്പൊ ഈ മഹാമാരി മാത്രമല്ല, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, എന്തെല്ലാം ഇഷ്ടപ്പാട്, എത്രയോ പേര് പട്ടിണി മൂലമൊക്കെ മരിക്കുന്നു. അതൊന്നും ആരും അറിയുന്നില്ല. കാരണം ഇപ്പൊ എല്ലാവരും മഹാമാരിയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് എന്തെല്ലാം സംഭവങ്ങൾ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രിയ ദൈവമക്കളെ. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മളെ ദൈവം കാത്ത് സൂക്ഷിച്ചല്ലോ. നമ്മുടെ കുടുംബത്തെ കാത്ത് സൂക്ഷിച്ച്, നമ്മുടെ മക്കളെല്ലാം കാത്ത് സൂക്ഷിച്ച്, അതിനൊക്കെ നമ്മൾ എത്ര സ്തുതിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതി വരില്ല പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നന്ദിയുള്ള ഹൃദയമുള്ളവരെ, നന്ദിയുള്ള നമ്മുടെ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാൻ ഈ ദിവസങ്ങളിലെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനം അതാണ്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ദൈവം നിശ്ചയമായി നമ്മളെ പ്രതികൂലങ്ങളെല്ലാം മാറ്റിത്തരും. അവൻ മതിയായവരെ നമ്മുടെ വിഷയങ്ങളിലെല്ലാം മതിയാവും. നമ്മളെ മാനിക്കുവാൻ, നമ്മളെ അത്ഭുതരമായി നടത്തുന്ന എല്ലാ സ്വർഗത്തിലെ ദൈവം ഇന്ന് മതിയായ ദൈവമാണ്. എല്ലാ വിഷയത്തിലും മതിയായവർ. നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ തന്നെ ദൈവം പറഞ്ഞത് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിജ്വാല പോലെയുള്ള സ്തോത്രം. ഹല്ലേലൂയ. അവൻ വിചാരിച്ച് നടക്കാത്ത ഒന്നുമില്ല പ്രിയ ദൈവമക്കളെ. ഈ ഭൂമിയിലെ എല്ലാ അവസരവും
ഒന്നും സ്തോത്രം ഹല്ലേലൂയ. പക്ഷെ നമ്മൾ അങ്ങനെ നശിപ്പിച്ചു കളയുന്ന ഒരു ദൈവമല്ല, നമ്മൾ അതിൽ നിന്നെല്ലാം വിടുവിച്ചെടുക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അവനൊരിക്കലും നമ്മളെ ഉപദ്രവിക്കില്ല, ഒരിക്കലും തോൽക്കൂല. അങ്ങനെ അങ്ങനെ ഒന്നും നമ്മൾ നമ്മളാണ് പ്രിയ ദൈവങ്ങളെ അങ്ങോട്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളാണ് അങ്ങോട്ട് കർത്താവ് പറയുന്നു കേൾക്കാൻ പറയണ അനുസരിക്കാതെ അനുസരണമില്ലാണ്ട് പാപം വീണ്ടും വീണ്ടും പെരുകിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് പ്രിയ ദൈവങ്ങളെ ഇങ്ങനെയെല്ലാം ഭൂമിയിൽ ഇതെല്ലാം വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ ദൈവങ്ങളെ ഈ ദിവസങ്ങളിലെല്ലാം ദൈവസന്നിധിയിലായിരുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവവചനം എടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഭവനത്തിലെ കെട്ടുകളെല്ലാം അഴിയും പ്രിയ ദൈവങ്ങളെ. നമ്മളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന നമ്മളെ പൈശാചിക ശക്തികളെല്ലാം അഴിഞ്ഞു മാറും പ്രിയ ദൈവങ്ങളെ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ മഹാമാരിയല്ല, ഈ ബാധയെല്ലാം ഓടിയാലും നമ്മുടെ ഭവനത്തിൽ നിന്ന് കർത്താവ് യേശുവിന്റെ രക്തം കൊണ്ട് നമ്മൾ മുദ്രയിട്ട് നമ്മുടെ ഭവനത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ, നമ്മൾ വിശ്വാസത്താൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ബാധയൊന്നും നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ചുറ്റുവട്ടുള്ള ഭവനത്തിൽ വന്നാലും നമ്മുടെ ഭവനത്തിൽ കയറില്ല. കാരണം എന്താ? നമ്മുടെ ഭവനം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിട്ട ഭവനം. നമ്മളത് വിശ്വസിക്കുക. ആ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി തളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭവനത്തിൽ ഒന്നും വരൂല. നമ്മളത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ മാത്രമേ പ്രിയ ദൈവങ്ങളെ അവിടെ അത്ഭുതം നടക്കുള്ളൂ. എന്നാലും മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വിശ്വസിക്കുക. വിശ്വസിക്കാതെ അവിടെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ഏത് വിഷയത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. അവൻ അത്ഭുതവാനാണ്, അവൻ അതിശയവാൻ. അവനെ പോലെ ആരുമില്ല പ്രിയ ദൈവങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വന്നുപോയ കുറവുകളെല്ലാം നമ്മൾ ഓർത്ത് ഏത് രാവിലെ എണീക്കുമ്പോഴൊക്കെ ദൈവമേ ഈ സമയം ഞാൻ വരെ ചെയ്ത എല്ലാ തെറ്റുകളൊന്നും ക്ഷമിക്കണമേ അപ്പ എന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പാപങ്ങളും ഭാരങ്ങളും എല്ലാം നാം ഒഴിഞ്ഞു പോയി നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വ്യാപരിക്കണം പ്രിയ ദൈവങ്ങളെ. നമ്മൾ അങ്ങനെയുള്ളവരായിരിക്കണം. രാവിലെ എത്ര സമയമില്ലെങ്കിലും പ്രിയ ദൈവങ്ങളെ, നമ്മൾ രാവിലെ ഉണരുമ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് 5 മിനിറ്റ് പ്രാർത്ഥിക്കാനുള്ള ദൈവകാര്യങ്ങൾ നമ്മൾ തന്നെ ഏൽപ്പിച്ച്, നമ്മുടെ കുടുംബത്തെ ഏൽപ്പിച്ച്, നമ്മുടെ മക്കളെ ഏൽപ്പിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാഗൽഭ്യം നമുക്ക് ഉണ്ടാകുമ്പോൾ തന്നെ പ്രിയ ദൈവങ്ങളെ ഈ മഹാമാരിയെല്ലാം നമ്മളുടെ ഭവനം വിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ദേശം വിട്ട്, നമ്മുടെ രാജ്യം വിട്ട് പോകത്തക്ക രീതി അങ്ങനെ ഉണർന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉണർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം പ്രിയ ദൈവങ്ങളെ. നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാനുള്ളവരായിരിക്കണം. നമുക്ക് അതിനുള്ളൊരു മനസ്സലിവ് വേണം പ്രിയ ദൈവങ്ങളെ. അതുപോലെ രാത്രി കാലങ്ങൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ കരങ്ങൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത്ര നേരം സൂക്ഷിച്ചതിന് ഈ പാപകരമായ ലോകത്ത് നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിന് നന്ദി പറയണം പ്രിയ ദൈവങ്ങളെ. അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ പ്രാർത്ഥന ശൈലികളൊക്കെ തന്നെ മാറ്റുമ്പോൾ പ്രിയ ദൈവങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തെ എല്ലാം ദൈവം അത്ഭുതം ചെയ്യും. അവൻ അത്ഭുതനാണ്. നമ്മൾ അത് വിശ്വസിക്കാം. അതിശയം, അവന് അസാധ്യമൊന്നുമില്ല പ്രിയ ദൈവങ്ങളെ. ഈ മരി ഇവിടുന്ന് മാറ്റുവാൻ അവന് കഴിയും, നിശ്ചയമായും കഴിയും. പക്ഷെ നമ്മളുടെ എല്ലാ കരച്ചിലും, നമ്മളുടെ എല്ലാ നെഹമ്യാവിനും കരഞ്ഞ പോലെയൊക്കെ നമ്മളൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവം അത്ഭുതം ചെയ്യും. നമ്മളുടെ നെഹമ്യാവിന്റെ പ്രാർത്ഥന കേട്ടെങ്കിൽ, കരഞ്ഞ് വിളിച്ചപ്പോൾ കേട്ടെങ്കിൽ, ഹന്നായുടെ കരച്ചിൽ കേട്ടെങ്കിൽ, ഇതെല്ലാവരുടെ നമ്മൾ പഴയ ഇതിലെല്ലാം നമ്മൾ വായിച്ചിട്ടുള്ള അവരെല്ലാം കരച്ചിൽ കേട്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കേൾക്കും നിശ്ചയമായും നമ്മൾ അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ശക്തമായി നമ്മുടെ ഭവനത്തിൽ ആരൊക്കെ വിശ്വാസികൾ അല്ലെങ്കിൽ അല്ലാത്തവരാണെങ്കിലും ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ പ്രിയ ദൈവങ്ങളെ നമ്മൾ ആഴത്തിലിരുന്നു ദൈവവചനവുമായിട്ട് പറ്റിയിരുന്ന് എൻ്റെ സ്വർഗത്തിലെ അപ്പം പറയുന്ന വാക്കുകൾ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ പ്രവർത്തിച്ചു. നിശ്ചയമായും പ്രിയ ദൈവങ്ങളെ, നമ്മുടെ ജീവിതത്തിലുള്ള ഏത് ബാധയായാലും ഏത് രോഗമായാലും അതെല്ലാം ഓടിയകലും പ്രിയ ദൈവങ്ങളെ. നമ്മൾ അങ്ങനെ ചിന്തിക്കും പ്രിയ, നമ്മൾ ഇനിയുള്ള ജീവിതം അങ്ങനെ ചിന്തി. നമുക്ക് അല്പമേ ആയുസുള്ളെങ്കിൽ ആ ആയുസ് മുഴുവൻ സമർപ്പിച്ചു. ഈ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ഭവനത്തിലുള്ള വിടുതൽ കാണാൻ പറ്റും. നമ്മൾ വിടുതൽ കാണണമെങ്കിൽ നമ്മൾ വിശ്വസിക്കണം പ്രിയത. നമ്മുടെ ആത്മമണ്ഡലത്തെ ഒന്ന് തുറക്കണം പ്രിയത. അല്ലാതെ നമ്മൾ ചുമ്മാ പ്രാർത്ഥന ഒന്നും അവിടെ ഒരു അത്ഭുതം നടക്കൂല. അത്ഭുതം നടക്കണം, വിശ്വസിക്കണം പ്രിയ ദൈവങ്ങളെ. നമ്മൾ ഈ ദിവസങ്ങളിൽ വിശ്വസ്തരായി നിന്ന് കർത്താവിന്റെ പാദങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിശ്ചയമായി ദൈവം അത്ഭുതം ചെയ്യും, നിശ്ചയമായി അത്ഭുതം ചെയ്യും. നമ്മൾ ഒരാളുടെ വീട്ടിൽ മാത്രം അത്ഭുതം ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ചാർച്ചക്കാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ സെൽഫിഷ് ആയിട്ടിരിക്കല്ല നമുക്ക് വേണ്ടി നമ്മളുടെ കുടുംബം അങ്ങനെയല്ല പറയണം. ഈ ലോകത്തിലെ എത്രയോ വേദന, എത്രയോ അനേകരുണ്ട്. അവരെല്ലാം ഒരു ആശ്വാസമായി മാറും. അവർക്ക് വേണ്ടിയതെല്ലാം ഒരുക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയ ദൈവങ്ങളെ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം അത്ഭുതം ചെയ്യും. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവം. അവനെല്ലാം അസാധ്യമൊന്നുമില്ല പ്രിയ ദൈവങ്ങളെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം കൊടുത്തോണ്ട് നമ്മൾ പ്രാർത്ഥിച്ച അത്ഭുതം നടക്കും പ്രിയ ദൈവങ്ങളെ. അത്ഭുതവാനാണ് അവൻ, അത്ഭുതവാൻ. അവനെ രുചിച്ചറിഞ്ഞവർക്ക് അറിയാൻ പറ്റും. നമ്മൾ അവൻ വചനം എടുത്ത് അതിൽ ധ്യാനിച്ച് അവരോട് പറ്റിയിരുന്ന് പ്രാർത്ഥിച്ചു
അവർക്ക് എല്ലാവർക്കും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. കാരണം എന്താ, നമ്മളെ നടത്തിയ വഴികൾ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയത്, ഈ നിമിഷം വരെ നമ്മളെ പുലർത്തിയത്, അങ്ങനെ ഓരോരോ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെല്ലാം നമ്മൾ ആലോചിച്ചിട്ട് നന്ദി പറയുക ദൈവമക്കളെ. നമ്മൾ ഈ കാലഘട്ടത്തിൽ, ഈ മഹാമാരി കാലഘട്ടത്തിൽ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് നമ്മൾ വിശ്വസിക്കും പ്രിയ ദൈവമക്കളെ. അങ്ങനെ വിശ്വസിച്ച ദൈവം നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുകയാണ്, നമ്മുടെ ജീവിതം മാറ്റിമറിക്കുകയാണ്. നമ്മളത് വിശ്വസിക്കുക. ദൈവം തന്ന ഓരോ വചനം, ഒരു ചെറിയ വചനമാണെങ്കിൽ പോലും അത് നമ്മൾ ഏറ്റെടുത്ത് നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം, പരിശുദ്ധാത്മ ശക്തിയാൽ ഞാൻ പറയാണ്, നിശ്ചയമായി നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. എന്നെ ശ്രമിക്കുന്ന ആരൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് പറയണം, ക്ഷീണിച്ചിരിക്കുക, അവരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നീ ശക്തീകരിക്കുക, നീ തന്നെ ശക്തീകരിക്കുക. കാരണം യേശുവിന്റെ ശക്തിയാൽ, യേശുവിന്റെ ആത്മശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി, നീ നിന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കും, നിന്നെ തന്നെ ദൈവകരങ്ങളിൽ കൊടുക്കും, നിന്റെ ഇഷ്ടങ്ങൾ ദൈവകരങ്ങൾ കൊടുക്കും. അത്ഭുതവാനോ, അവൻ അതിശയവാനാണ്, അവനെ പോലെ മറ്റാരുമില്ല. അവന്റെ കരങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സൗഖ്യമാണ്, വിടുതലാണ്, സാധനോ എല്ലാം മാറ്റി കഴിയും, നിശ്ചയമായി അവനെ കഴിയും. അതുകൊണ്ട് പ്രിയ ദൈവമക്കൾ എല്ലാവരും അങ്ങനെ ഒരു ആഗ്രഹത്തോടെ പ്രിയ ദൈവമക്കൾ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുക. പ്രിയ ദൈവമക്കളെ, ഏതെങ്കിലും ഭാരത്തിലൂടെ കടഭാരത്തിൽ എല്ലാം ഉള്ള ഓരോരോ പ്രതികൂലം ദൈവം ചുമന്നിട്ടടക്കാണ്ട് നമ്മൾ പ്രയാസം, നമ്മൾ ആദ്യം പിടിച്ച് പ്രഷറും അതൊക്കെ കൂട്ടി അവിടെ എന്താ ചെയ്ത് എല്ലാ സ്വർഗത്തിൽ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇത് മാറ്റിമറിക്കുവാൻ, ഈ പ്രതികൂലം മാറുവാൻ, ഈ രോഗം ഈ ഭൂമി വിട്ടു മാറുവാൻ, എല്ലാം ചെയ്യുവാൻ ഏത് വിഷയമാണെങ്കിലും അത് സ്വർഗത്തിൽ അപ്പച്ചന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കും, അവിടെ അത്ഭുതം, നിശ്ചയമായ അത്ഭുതം നടക്കും. പ്രിയ ദൈവമക്കളെ, നമ്മൾ അങ്ങനെ വിശ്വസിക്കുക, യേശുവിനെ വിശ്വസിക്കുക. യേശു മാത്രമേ ഉള്ളൂ നമ്മളെ വിടുവിക്കാൻ, മറ്റാർക്കും കഴിയില്ല. ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്കും നമ്മളെ വിടുവിക്കാൻ കഴിയില്ല. നമ്മളെ വിടുവിക്കാൻ യേശുവിന് മാത്രമേ, അവൻ മാത്രം മതിയാവില്ല, അവൻ മാത്രം അത്ഭുതം മതി, അവനെ പോലെ ആരുമില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പ്രിയ ദൈവമക്കളെ, ജീവൽ അത്ഭുതം നടക്കും. നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം, അവനാൽ കഴിയാത്ത ഒന്നുമില്ല, അവനെ കഴിയാത്ത, അവൻ ഈ ഭൂമി മുഴുവൻ സൃഷ്ടിച്ചെങ്കിൽ, ഇതെല്ലാം ഉണ്ടാക്കിയാണെങ്കിൽ, ഈ കർത്താവ് ഹോം എല്ലാം ഉണ്ടാക്കിയെങ്കിൽ, ഇതിന്റെ നമ്മുടെ വിഷയങ്ങളൊക്കെ ഒന്നുമല്ല പ്രിയ ദൈവമക്കളെ. ഇതൊക്കെ ഒരു നിസ്സാര കാര്യങ്ങളാണ്. ഇപ്പൊ ഈ രോഗം തന്നെ ഒരു കർത്താവിന്റെ മുമ്പിൽ ഒരു നിസ്സാര കാര്യമാണ്. ഇതിനു വേണ്ടി നമ്മൾ പറയേണ്ടതുപോലെ നമ്മൾ മനസ്സോടെ പ്രാർത്ഥിച്ചാൽ, ഒരു മനസ്സോടെ, ഓ ഹല്ലേലൂയ, എത്രയോ ദൈവമക്കളുണ്ട് ഈ ഭൂമണ്ഡലത്തിൽ, എത്രയോ പേരുണ്ട്. ഇവരെല്ലാവരും ഒന്നിച്ചു നിന്നാൽ, ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ, ഒന്നിച്ചൊരു അവസരത്തിൽ ദൈവത്തോട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളോട് മനസ്സിലിവ് കാണിക്കാതെ നമ്മളെ മറികടന്നു പോകുന്ന ഒരു ദൈവമല്ല. അവരെ പിടിച്ചു നിർത്തക്ക രീതിയിൽ നമ്മളെല്ലാം ദിവസങ്ങളും ശക്തമായി പ്രാർത്ഥിക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകം മുഴുവനും കഷ്ടപ്പെടുകയാണ്. നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ. അപ്പൊ ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മളുടെയൊക്കെ കരച്ചിൽ, നമ്മളുടെയൊക്കെ തേങ്ങൽ, നമ്മുടെ എല്ലാം കണ്ണുനീർ, നമ്മൾ വെറുതെ ഒന്ന് നമ്മുടെ ഹൃദയം നുറുകി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഇതിലെല്ലാം മറുപടികൾ ലഭിക്കും. നമ്മുടെ ഭവനത്തിന്റെ വിഷയങ്ങളാണോ, എന്തായാലും നമ്മൾ ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചാൽ, ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, അവൻ നമ്മളെ കൈവിട്ടു പോകുന്നൊരു ദൈവമല്ല പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് ഈ ദിവസങ്ങളെല്ലാം ദൈവസന്നിധിയിൽ എത്ര നമ്മൾ അകന്നിരുന്നോ ഇത്രയും കാലം, നമ്മൾ കൂടുതൽ അടുക്കുവാൻ, ഓടി അടുക്കത്തക്ക രീതിയിൽ, യേശുവിന്റെ അടുത്തേക്ക് ഓടി അടുക്കത്തില്ല. എന്റെ യേശു മതി, എനിക്ക് എന്റെ യേശു മതി, എന്റെ യേശുവിനാൽ എന്റെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുക, എന്റെ യേശു എന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വന്ന് ഈ രോഗത്തിൽ നിന്ന് എന്നെ വിടുവിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാത്തിനും യേശു മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദൈവം അത്ഭുതം ചെയ്യും. പ്രിയ ദൈവങ്ങൾ, നമ്മൾ അതിനു വേണ്ടി ഒരുക്കുക. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലെല്ലാം ഇരുന്ന് കരയുമ്പോൾ എല്ലാം ദൈവത്തോട് പറയാം, കർത്താവേ, ഞങ്ങൾക്ക് ഈ ദിവസം ചെയ്യുവാൻ എല്ലാ കാര്യങ്ങളും ദൈവം ക്ഷമിക്കണം, ഇനി അത് ചെയ്യുവാൻ ഒരിക്കലും എനിക്ക് അത് വരുത്തല്ലെന്ന് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ദൈവം അത്ഭുതം ചെയ്യും. അവൻ അത്ഭുതവാനാണ്. അവന്റെ അത്ഭുതം ഓരോ നിമിഷം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിയിട്ട് നമ്മുടെ ജീവിതം ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നോക്കിയിട്ട് എത്ര അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം, നമ്മൾ അതെല്ലാം മറന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അതിന്റെ ആവശ്യമില്ല പ്രിയ ദൈവമക്കളെ. നമുക്ക് ചെയ്തു തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നിമിഷം വരെ നമ്മളെ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അത്ര ദൈവം നമ്മളെ മാനിച്ചിട്ടുണ്ട്, അത്ര ദൈവം നമ്മളെ നടത്തിയിട്ടുണ്ട് പ്രിയ ദൈവമക്കളെ. അതിലെല്ലാം എല്ലാത്തിനും നമ്മളായിരിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. ഈ ദിവസങ്ങളെല്ലാം എല്ലാ കുടുംബങ്ങളെ, എന്നെ ശ്രമിക്കുന്ന എല്ലാവരും, എല്ലാ മെമ്പേഴ്സിനും, എന്നെ ശ്രമിച്ച എല്ലാ ദൈവമക്കളോടും ഞാൻ പറയണം, നിങ്ങളെല്ലാം ശക്തമായ ദൈവത്തോട് മാറ്റിരുന്ന് പ്രാർത്ഥിച്ച യേശു മാത്രം യേശു മാത്രം അവനിലൂടെ ഞങ്ങൾ ജീവിതത്തിൽ വിടുതലുള്ളതും നമ്മളൊരു തീരുമാനത്തോട് നമ്മൾ വിശ്വാസത്തെ പ്രാർത്ഥിച്ച പ്രിയ ദൈവങ്ങൾ, ഇതെല്ലാം മഹാമാരിയും ഇവിടെ വിട്ടോടും. അതുപോലെ നമ്മുടെ ഭവനത്തിലെ
എന്ത് വിഷയങ്ങളാണെങ്കിലും ഇമ്പോർട്ടൻസ് നമ്മൾ കർത്താവിന് കൊടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഏത് കടത്തിന്റെ വിഷയമാണ്, ഏത് രോഗത്തിന്റെ വിഷയം, ഏത് രോഗത്തെ മാറ്റുവാൻ കഴിയും. എത്ര വലിയ രോഗമാണ്, മെഡിക്കൽ സയൻസസ് എല്ലാം അവോയ്ഡ് ചെയ്ത ഒരു അസുഖമാണെങ്കിൽ പോലും അത് മാറ്റുക നമ്മുടെ കർത്താവിന് മാത്രം. നമ്മുടെ വിശ്വാസം അവനാൽ കഴിയാത്ത ഒന്നുമില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞ യേശുവിനാൽ കഴിയാത്ത ഒന്നുമില്ല. അങ്ങനെ നമ്മൾ പ്രഖ്യാപിച്ച് പറയുമ്പോൾ അത്ഭുതം നടക്കും, അതിശയം നടക്കും. അങ്ങനത്തെ ഒരു മനസ്സ്, അങ്ങനത്തെ ഒരു ഹൃദയം നമ്മുടെ ഈ ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, നമ്മൾ എല്ലാവരും കണ്ണടച്ച് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ അപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മഹാമാരി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണമേ അപ്പ. എല്ലാവരും പ്രതികൂലങ്ങളിലായിരിക്കുന്നതിൽ ഓരോ കുടുംബം ഓരോരോ ഭാരത്താൽ ജോലിയില്ലാതെയോ ഒത്തിരി സാമ്പത്തികമായിട്ട് നെരുങ്ങിയ ഒത്തിരി അനേക കുടുംബങ്ങളുണ്ട്. അവരെല്ലാം ദൈവം നിന്റെ കല്ലെന്ന് പ്രാർത്ഥിക്കണം. അവരുടെ വിഷയങ്ങൾക്ക് എല്ലാം മറുപടി കൊടുക്കണമേ കർത്താവേ. ജോലിയില്ലാത്ത അനേകരുണ്ട് അപ്പൊ അവർക്കെല്ലാം ജോലി നൽകണമേ കർത്താവേ. അവരെങ്ങനെ ആ കുടുംബം പുലർത്തും? അങ്ങനെ അവർ ആദ്യം വേദിയൊക്കെ ഇട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, അങ്ങനെ സങ്കടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കണം ദൈവമേ, അവരോട് കരുണ തോന്നണമേ അപ്പൊ. അവരുടെ വിഷയങ്ങളിൽ നിന്ന് അവരെല്ലാം വിടുവിക്കണമേ കർത്താവേ. അതേപോലെ ഹാലയില് കോവിഡായി ഭാരപ്പെടുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്, അവരെല്ലാം നീ വിടുവിക്കണമേ കർത്താവ്. ഈ രോഗത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ. നീ സർവശക്തനായ ഒരു ദൈവമാണല്ലോ, നിനക്ക് കഴിയാത്തത് ഒന്നുമില്ല ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പച്ച. ഹല്ലേലൂയ, ഒരു വിടുതൽ കൽപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിശ്ചയമായ വ്യത്യാസം, വലിയൊരു അത്ഭുതം നമ്മുടെ ഭവനങ്ങളിൽ നടന്ന് നമുക്ക് കാണാൻ പറ്റും പ്രിയതകൾ. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുക. നമുക്കാകെ നമ്മളുടെ ക്ഷേമം എപ്പോഴും യേശുവിലാണ്. യേശു ഉണ്ട്, എല്ലാം സംഭവിക്കും. നമ്മൾ അങ്ങനെ യേശുവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. യേശു മാത്രം മതി നമ്മൾ ചിന്തിക്കുക. വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാണ്ടിരിക്കുക. നമുക്ക് യേശു മാത്രം മതി. അവരാൽ കഴിയാത്തത് ഒന്നുമില്ലെന്ന് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. സ്തോത്രം. അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം വ്യത്യാസം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ. ഈ ഗ്രൂപ്പിന്റെ ഹല്ലേലൂയ റോസ്ലിൻ സിസ്റ്ററിനെ, എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്ന റോസ്ലിൻ സിസ്റ്ററിനെ പ്രത്യേകാൽ നന്ദി പറയാണ്. അതേപോലെ ഈ ഗ്രൂപ്പിന്റെ അഡ്മിനായിരിക്കുന്ന എല്ലാ യുവക്കൾക്കും യേശുവിന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. അതേപോലെ പ്രൈസ് ദി ലോർഡ് വീണ്ടും ഞാൻ നന്ദി പറയണം. എന്നെ ശ്രമിച്ച എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. യേശുവിനെ അല്ലാണ്ട് നമ്മളെ വിടുവിക്കാൻ ആർക്കും കഴിയില്ല പ്രിയതം. ഈ ദിവസം യേശുവിനെ കൂടുതലായി സ്നേഹിക്കുക, യേശുവിനെ കൂടുതലായി അറിയുവാൻ നിങ്ങൾ ശ്രമിക്കുക. നിശ്ചയമായും എല്ലാവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you all. God bless you all. God bless you. Thank you, Jesus.